ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ആയുള്ള തനി നാടൻ രീതിയിൽ ഒരു തേങ്ങാപ്പാലൊഴിച്ച് വറ്റിച്ച ഒരു ചെമ്മീൻ റോസ്റ്റഡിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇത്തിരി ചെമ്മീൻ, ക്വാണ്ടിറ്റി കുറച്ചിട്ടുള്ള ഒരു 10-15 പീസ് ചെമ്മീൻ, അതിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും നല്ല കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മസാലയൊക്കെ പുരട്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാനിലേക്ക് നല്ല വെളിച്ചെണ്ണ, നല്ല തനി നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾ മാക്സിമം ഇത് ഈ ഒരു റെസിപ്പി ചെയ്യുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. ഓയിൽ കുഴപ്പമില്ല, എന്നാലും വെളിച്ചെണ്ണയായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു 80% കുക്കായാൽ മതി. ബാക്കി നമുക്ക് ലാസ്റ്റ് കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒരു 80% വരെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതേ പാനിലേക്ക് തന്നെ വെളിച്ചെണ്ണ വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഒരു സവാള ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ടെടുത്തിട്ട്, പിന്നെ ഇത്തിരി ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള പച്ചമുളക്, പിന്നെ നല്ല പഴുത്ത തക്കാളിയും കൂടെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് കുഴഞ്ഞു വരുന്ന രീതിയിലേക്ക് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് വീഡിയോ കാണരുത്, സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാൽ മാത്രമേ ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ള ആ ഒരു റെസിപ്പി കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത്തിരി മുളക് പൊടി, ചില്ലി ഫ്ലെക്സ് മുളക് പൊടിയല്ല, ചില്ലി ഫ്ലെക്സ്, ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഒരു ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഈ വാളംപുളി ഉണ്ടല്ലോ, വാളംപുളിയുടെ കുറച്ച് വെള്ളം, നല്ല കട്ടിക്ക് തന്നെ കുറച്ച് വെള്ളമുണ്ട്, അതിൻ്റെ വെള്ളം മാത്രം നമുക്കൊരു ഇത്തിരി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഈ ഒരു ടൈമിനൊക്കെ മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു 20 സെക്കൻഡ് ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ച് ഏറ്റവും കുറഞ്ഞത് ഒരു 10-15 സെക്കൻഡ് അത്രയൊന്ന് അടച്ച് വെച്ചിട്ട് തുറന്നു പോകുമ്പോൾ ഇത് നന്നായിട്ട് വറ്റി, ആ പുളിയുടെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും. കണ്ടോ, ഈ ഒരു രീതിയിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്തിട്ട് ഇതൊരു വേറൊരു ചട്ടിയിലേക്ക് മാറ്റാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മൺചട്ടിയാണ് അടുപ്പിലേക്ക് വെച്ചിരിക്കുന്നത്. എന്നിട്ട് വാഴയില ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ വാഴയിലയാണ്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു റോസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് പരത്തി വെക്കുക. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടാണുള്ളത്, പക്ഷേ ലോ ഫ്ലെയിമിലാണുള്ളത്. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ തേങ്ങയുടെ 1/4 പാല്, അതായത് വെള്ളമൊന്നും ചേർക്കാത്ത 1/4 പാല് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. കാരണം ഒരുപാട് വെള്ളമൊക്കെ ചേർത്തിട്ട് ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ അത് വേണ്ട, 1/4 പാൽ എടുക്കുക. നല്ല കട്ടിയിലുള്ള 1/4 പാൽ എടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ ഒരു 8 മിനിറ്റ് ലോ ഫ്ലെയിമിൽ, ഏറ്റവും ലോ ഫ്ലെയിമിൽ, ആ ഒന്ന് കുറുകി വരേണ്ട പാകത്തിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പം ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക, ഷെയർ ചെയ്യുക. കണ്ടോ, നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് മല്ലിയില അരിഞ്ഞതിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.